സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ സോണമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ പലയിടത്തും മഴയുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് നൽകിയ മഴ മുന്നറിയിപ്പുകൾ, ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ആര്യ, കീർത്തന, ഈ കഴിഞ്ഞ ദിവസം രാത്രികാലങ്ങളിലൊക്കെയും ശക്തമായ മഴയുണ്ടായിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് ആ തരത്തിലുള്ളൊരു മഴ ഇല്ല എങ്കിൽ പോലും ഇന്ന് സംസ്ഥാനത്ത് 7 ജില്ലകളിലാണ് പ്രത്യേകമായും യെല്ലോ അലർട്ട് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിലാണ് നിലവിൽ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നദികൾ മുറിച്ചു കടക്കാനോ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവരടക്കമുള്ളവർ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും നിലവിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, തെക്ക് കിഴക്കൻ അറബിക്കടലിൽ മറ്റൊരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ന് പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ നേരിയ ഒരു ഇടത്തരം മഴയ്ക്കാണ് നിലവിൽ സാധ്യതയുള്ളത്. എന്തായാലും കർശനമായ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോഴും നല്ല ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ആര്യ കീർത്തന കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി, എന്തായാലും സംസ്ഥാനത്ത് തുലാവർഷ പെയ്ത് ശക്തമാവുകയാണ്. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.